തേർഡ് ഐ സെൻറ്റർ, മൂന്നാമത്തെ കണ്ണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഷയമാണിത്. പറയുന്നത് മൂന്നാമത്തെ കണ്ണ് എല്ലാവർക്കും ഉണ്ടെന്നാണ്. പക്ഷെ അത് ഉറക്കത്തിലാണ്, അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. പറയുന്നത് അത് ആക്ടിവേറ്റ് ആകുമ്പോൾ അതിലേക്ക് എനർജി വരുന്നു എന്നാണ്. ഈ എനർജി പുതുതായി സൃഷ്ടിക്കപ്പെടുന്നതല്ല, മറ്റൊരിടത്തു നിന്നും കൊണ്ടുവരുന്നതല്ല. ഈ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെയുണ്ട്. നിങ്ങളുടെ കയ്യിൽ തേർഡ് ഐ സെൻറ്ററിന് വേണ്ട എനർജി ഇപ്പോൾ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് നിൽക്കുന്നത് നിങ്ങളുടെ രണ്ട് കണ്ണുകൾക്കിടയിലാണ്. ഇതേ എനർജി തന്നെയാണ് മൂന്നാമത്തെ കണ്ണിലേക്കും ഒഴുകുന്നത് എന്ന് ചിലർ പറയുന്നു. ശരിയായ സമയം വരുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ രണ്ട് കണ്ണുകളിൽ ഒഴുകുന്ന എനർജി മൂന്നാമത്തെ കണ്ണിലേക്ക് പോകുന്നു അത്രേ. അപ്പോഴാണത്രേ അത് ആക്ടിവേറ്റ് ആകുന്നത്. പക്ഷേ ഇവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മൂന്നാമത്തെ കണ്ണെന്നത് ഒരു എനർജി സെൻ്ററാണ്. അത് നമ്മുടെ ഈ ശരീരത്തിലെ ഒരു അവയവമല്ല, ഒരു ഓർഗനല്ല. ചിലർ പറയുന്നത് മനുഷ്യർക്ക് ഒന്നിൽ കൂടുതൽ ശരീരങ്ങളുണ്ട് എന്നാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ശരീരത്തെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു, ഫിസിക്കൽ ബോഡി. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ശരീരം കൂടി ഉണ്ടത്രേ. അതിനെ സട്ടിൽ ബോഡി എന്ന് വിളിക്കുന്നു, സൂക്ഷ്മ ശരീരം. മൂന്നാമത്തെ കണ്ണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണത്രേ. ഇതുകൊണ്ടാണ് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടും മൂന്നാമത്തെ കണ്ണിനെക്കുറിച്ച് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാവുന്നത്. എത്ര സ്കാൻ ചെയ്തിട്ടും അതിന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. കാരണം മൂന്നാമത്തെ കണ്ണ് ഈ ശരീരത്തിൻ്റെ ഭാഗമല്ല, അത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഈ ശരീരത്തിൽ അതിനെ ബന്ധപ്പെട്ട് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെന്നുള്ള സത്യമാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയുടെ സംസാരിക്കാം. പക്ഷേ മൂന്നാമത്തെ കണ്ണ് ഈ ശരീരത്തിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സ്കാൻ ചെയ്താലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പറയുന്നത് ഒരാളുടെ എനർജി മൂന്നാമത്തെ കണ്ണിലേക്ക് പ്രവേശിക്കുമ്പോൾ, അത് ആക്ടിവേറ്റ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന്, ഒരുപാട് പ്രത്യേക കഴിവുകൾ അയാൾക്ക് ലഭിക്കുന്നുവെന്ന്. അതിൽ 3 കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഒരാളുടെ തേർഡ് ഐ സെൻറ്റർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതിനും അപ്പുറമുള്ള ചില കാഴ്ചകൾ അയാൾക്ക് കാണാൻ സാധിക്കുന്നു അത്രേ. പറയുന്നത് നമുക്കറിയാവുന്നതിനും അപ്പുറം ഒരുപാട് ഡൈമെൻഷൻസ്, ഒരുപാട് തലങ്ങളുണ്ടെന്നാണ്. ഇങ്ങോട്ടേക്കുള്ള വാതിലുകൾ അയാളുടെ മുന്നിൽ തുറക്കപ്പെടുന്നു അത്രേ. ചിലർ പറയുന്നത് നമുക്ക് ചുറ്റിനും നമുക്ക് കാണാൻ സാധിക്കാത്ത വേറെയും ജീവനുകളുണ്ടെന്നാണ്. ചിലർ ഇതിനെ പ്രേതങ്ങൾ എന്നൊക്കെ വിളിക്കുന്നു. ചിലപ്പോൾ മറ്റു ചില ജീവനുകളുണ്ടാവാം. ഇന്ന് ചില വെസ്റ്റേൺ സയൻറ്റിസ്റ്റുമാരും പറയുന്ന കാര്യമുണ്ട്, നമുക്ക് ചുറ്റിനും നമുക്ക് കാണാൻ സാധിക്കാത്ത, നമുക്ക് ഇടപെടാൻ സാധിക്കാത്ത മറ്റ് ഫ്രീക്വൻസിയിലുള്ള ജീവികൾ ഉണ്ടായേക്കാമെന്ന്. പറയുന്നത് ഇത്തരം ജീവനുകളെ തേർഡ് ഐ സെൻറ്റർ ആക്ടിവേറ്റ് ആയ ഒരാൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം അയാളുടെ കാഴ്ച വളരെ സൂക്ഷ്മമാണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഒരാളുടെ തേർഡ് ഐ സെൻറ്റർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് മറ്റുള്ളവരുടെ ഓറ കാണാൻ സാധിക്കും അത്രേ. അതായത് നിങ്ങളുടെ തേർഡ് ഐ സെൻറ്റർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരുടെ ഓറ കാണാൻ സാധിക്കും. പറയുന്നത് ഇങ്ങനത്തെ അവസ്ഥയിൽ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളെ പറ്റിക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്നാണ്. കാരണം അയാൾ എന്ത് പറഞ്ഞാലും അയാളുടെ ഓറയിൽ നിന്നും നിങ്ങൾക്ക് അയാളുടെ ശരിയായ സ്വഭാവം കണ്ടെത്താൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളോട് പറയണ അയാൾ ഭയങ്കര സമാധാനമുള്ള മനുഷ്യനാണെന്ന്, അയാൾ ഒട്ടും ദേഷ്യപ്പെടില്ല എന്ന്. പക്ഷെ അയാളുടെ ഓറ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണെന്ന് ഉടനെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ദേഷ്യമുള്ള ഒരാളുടെയും ദേഷ്യമൊട്ടും ഇല്ലാത്തൊരാളുടെയും ഓറകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടത്രേ. നാവ് കൊണ്ട് കള്ളം പറയാം, പക്ഷെ ഓറയിൽ കള്ളത്തരം കാണിക്കാൻ സാധിക്കില്ല. പറയുന്നത് തേർഡ് ഐ സെൻറ്റർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓറകളും റേഡിയേഷൻസും കാണാൻ സാധിക്കുന്നു എന്നാണ്. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, അത് ഇതാണ്. പറയുന്നത് നിങ്ങളുടെ തേർഡ് ഐ സെൻറ്റർ ആക്ടിവേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അയാളുടെ മരണം അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഒരു മെഡിക്കൽ അനാലിസിസും ഇല്ലാതെ, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാതെ, ബ്ലഡ് ടെസ്റ്റ് നടത്താതെ നിങ്ങൾക്ക് അയാളെ കാണുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അയാളുടെ മരണം അടുത്തെത്തിയെന്ന്. സോ കോൾഡ് മോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസിൽ പോലും സാധിക്കാത്തൊരു കാര്യമാണത്. പറയുന്നത് ഒരാളുടെ മരണം അടുത്തെത്താറാകുമ്പോൾ അയാളുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നാണ്. ഇത് തേർഡ് ഐ ആക്ടിവേറ്റ് ആയിട്ട് ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കുമത്രേ. ചിലർ പറയുന്നത് നിങ്ങളുടെ തേർഡ് ഐ വളരെ പവർഫുൾ ആണെങ്കിൽ
തേർഡ് ഐയുമായി ബന്ധപ്പെട്ട ചില മെത്തേഡുകൾ, ടെക്നിക്കുകൾ നിങ്ങൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കുട്ടിയുടെ ആയുസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് സ്വാഭാവിക മരണം അവൻ എന്ന് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരുപാട് പ്രയാസമുള്ള അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടത്. ഒരുപാട് ആൾക്കാർക്ക് തേർഡ് ഐയെക്കുറിച്ച് വീഡിയോ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക.